നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂരിൽ ഇക്കഴിഞ്ഞ ദിവസം കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. 4 പേർ കസ്റ്റഡിയിൽ. മണലൂരിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ചെമ്പൻ വിഷ്ണുവിൻ്റെ വീട് TN പ്രതാപൻ MP സന്ദർശിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂർ അഞ്ചാങ്കലിൽ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഏങ്ങണ്ടിയൂർ വെള്ളാമ്പറമ്പിൽ മോഹനൻ മകൻ മിഥുനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അഞ്ചാങ്കല്ല് പടിഞ്ഞാറുള്ള റോഡിൽ വെച്ച് മിഥുന് കുത്തേറ്റത്. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മിഥുൻ ഞായറാഴ്ച രാവിലെ 8:30യോടെയാണ് മരിച്ചത്. ബാറിൽ വെച്ച് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ തർക്കമാണ് സംഭവത്തിനിടയാക്കിയതെന്ന് പറയുന്നു. 2 വഴിക്ക് പിരിഞ്ഞ ഇവർ ഒറ്റയ്ക്ക് പോയ മിഥുനെ പിന്തുടരുകയും വീണ്ടുമുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കുത്തേൽക്കുകയായിരുന്നെന്ന് പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ വാടാനപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണലൂരിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത വിഷ്ണുവിൻ്റെ വീട്ടിൽ TN പ്രതാപൻ MP സന്ദർശനം നടത്തി. വീട് നിർമ്മാണത്തിന് വേണ്ടി പണം വായ്പയെടുത്തത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നപ്പോൾ നേരിട്ട ഭീഷണിയിൽ മനംനൊന്ത് 6-ാം വാർഡിലെ ചെമ്പൻ വിനയൻ മകൻ വിഷ്ണു ബാങ്ക് അധികൃതർ ജപ്തിക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. മണലൂരിൽ വിഷ്ണുവിൻ്റെ വീട്ടിൽ TN പ്രതാപൻ MP നേരിട്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. MPയോടൊപ്പം DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, ടോണി അത്താണിക്കൽ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. വായ്പ എടുക്കുന്നതും ആ വായ്പ പിന്നെ കുടിശ്ശികയാവുന്നതും സർവ്വസാധാരണയാണ്. കുടിശ്ശികയാകുന്ന ആളുകൾ ഒന്നുമില്ല ഏതെങ്കിലും ബാങ്കിൽ ടേക്ക് ഓവർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ജപ്തി നടപടി ആയാൽ അതിന് കാലാവധി കൊടുക്കും. വിഷ്ണുവിൻ്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഒന്ന് ഫെഡറൽ ബാങ്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മാനേജർ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഫെഡറൽ ബാങ്ക് ഇത് ടേക്ക് ഓവർ ചെയ്യാൻ സന്നദ്ധമാണെന്ന് പറഞ്ഞിട്ട് അതിനിവർ തയ്യാറായില്ല. രണ്ടാമത്തെ കാര്യം, ഇതിന് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാമായിരുന്നു. വേറെ തൊഴിലാളി സംഘത്തിൻ്റെ ടേക്ക് ഓവർ ചെയ്യുന്നതിന് വേണ്ടി സംഘത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ടേക്ക് ഓവറിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ടേക്ക് ഓവർ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു. വിഷ്ണുവിൻ്റെ അച്ഛൻ ഞങ്ങളോട് എല്ലാവരും പറഞ്ഞത് കാലാവധി ചോദിച്ചു, കുറച്ചുകൂടി നീട്ടി ചോദിച്ചു. ഇത് വളരെ പാവപ്പെട്ടൊരു ദരിദ്ര കുടുംബമാണ്. ഇത് ഈ വലിയ കോടിക്കണക്കിന് രൂപയൊന്നുമില്ല, 6 ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളത്. കോടിക്കണക്കിന് രൂപ കിട്ടാക്കടം ബാങ്കിന് കിട്ടാനുണ്ട്. കോടീശ്വരന്മാരായ നിരവധി ആളുകൾ പണം ഇപ്പോഴും അടയ്ക്കാനുണ്ട്. ആ കോടീശ്വരന്മാരുടെ വീടൊന്നും അവർ സ്വത്തുക്കളോ അല്ലെങ്കിൽ അവർ ജാമ്യം കൊടുത്തിട്ടുള്ള വകകളോ ഒന്നും ജപ്തി ചെയ്യാൻ ഇതുവരെ പോവാത്തതുണ്ട്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിന് കിട്ടാനുള്ള കാലാവധി കഴിഞ്ഞ വായ്പകളിൽ ദശകോടീശ്വരന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വായ്പ എത്രയുണ്ട്, അത് നിർബന്ധമായി വെളിപ്പാക്കണം. അടുത്ത ദിവസം ചേരുന്ന ബാങ്ക് അവലോകന സമിതിയിൽ MP എന്നതിൽ ഞാൻ ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് വിശദീകരണം നിർബന്ധമായും ചോദിക്കും. അത് ആ സമിതിയിൽ പാർലമെൻറ്റ് മെമ്പർ അംഗമാണ്. പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂർ ഹെഡ് ഓഫീസ് വ്യക്തമാക്കട്ടെ. അവർക്ക് കിട്ടാനുള്ള വായ്പ, പിന്നെ കാലാവധി കഴിഞ്ഞ വായ്പകൾ, ആ വായ്പകൾ കോടീശ്വരന്മാരുടെ വായ്പ എത്ര ഉണ്ട്? കോടീശ്വരന്മാരുടെ വായ്പ പിടിച്ചെടുക്കാൻ ബാങ്ക് നടപടി സ്വീകരിക്കുന്നില്ല. അവർക്ക് എന്തുമാവാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇളവുകൾ കൊടുക്കാം, കണ്ണടയ്ക്കാം. ഇതൊരു പാവപ്പെട്ട പിന്നെ പട്ടികജാതി കുടുംബത്തിലുള്ള ഒരു പിന്നെ തൊഴിലാളി കുടുംബം ആയ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന അവർ സമയം ചോദിച്ചാൽ സമയം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. വീട്ടിൽ വന്ന് എല്ലാ ചട്ടിയും കലങ്ങളുടെ വരെ കണക്കെടുത്ത് താക്കോൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ആ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ മാനസികമായ സങ്കടം കൊണ്ടാണ് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഈ ആത്മഹത്യ ഉത്തരവാദികൾ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇതിന് സമാധാനം പറയണം. മണലൂരിൽ വീട് ജപ്തി ചെയ്യാനുള്ള ബാങ്കിൻ്റെ നടപടിയിൽ മനംനൊന്ത് കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI മണലൂർ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞാണിയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മാർച്ച് നടത്തി.
വിഷ്ണുവിൻ്റെ കുടുംബത്തിന് നിയമസഹായവും പരിരക്ഷയും ഉറപ്പു നൽകിയും മാനുഷിക പരിഗണന നൽകാതെ വിഷ്ണുവിനെ മരണത്തിലേക്കും കുടുംബത്തെ നിരാശയിലേക്കും തള്ളിവിട്ട ബാങ്ക് അധികൃതർക്കെതിരെ അടിയന്തര നടപടിയും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. DYFI ഏരിയ പ്രസിഡന്റ് K സച്ചിൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി ആഷിഖ് വലിയകത്ത്, പ്രേംശങ്കർ അന്തിക്കാട്, KV ഡേവിസ്, CM വിഷ്ണു എന്നിവർ സംസാരിച്ചു. വായ്പയെടുത്ത് ആ പൈസ അടയ്ക്കാതിരുന്നിട്ടില്ല. 8 ലക്ഷം രൂപ വായ്പയെടുത്ത വിനയേട്ടൻ ഇവിടെ നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ച പോലെ 8,74,000 രൂപ വിവിധ ഘട്ടങ്ങളിലായി ഈ ലോണിലേക്ക് അടച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പലിശയും പലിശയുടെ കൂട്ടുപലിശയും എല്ലാം ചേർന്നുകൊണ്ട് ഏതാണ്ട് 6 ലക്ഷത്തിലധികം സംഖ്യ, കൃത്യമായി പറഞ്ഞാൽ 6,40,000 രൂപ ഈ ബാങ്കിലേക്ക് അടയ്ക്കാനുണ്ട്. ബാങ്ക് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി, തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോയി. ഈ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വിനയൻ എന്ന് പറയുന്ന ഈ ലോൺ എടുത്ത ഈ തൊഴിലാളി ലോൺ അടയ്ക്കാതിരിക്കല്ല, അദ്ദേഹം അത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങൾ ആലോചിച്ചു. ഒരു കുറി ചേർന്ന് ആ കുറി വിളിച്ച് ആ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു. ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നതാണ്. പക്ഷേ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാവകാശം ഈ പറയുന്ന തൊഴിലാളിക്ക് കൊടുക്കാൻ അവർ തയ്യാറായില്ല. ചാളൂർ പഞ്ചായത്തിൽ 15-ാം വാർഡിൽ 14-ാം നമ്പർ പല്ലവി അംഗൻവാടിയുടെ ശിലാസ്ഥാപനം നടത്തി. ഞായറാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ നാട്ടിക MLA CC മുകുന്ദൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ചാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പ്രിയ ശോഭിരാജ് ആമുഖ പ്രസംഗം നടത്തി. വികസനകാര്യ ചെയർമാൻ NN ജോഷി, ബ്ലോക്ക് വികസനകാര്യ ചെയർമാൻ KK രാമചന്ദ്രൻ, വാർഡംഗങ്ങളായ KV ഇന്ദുലാൽ, TV പുഷ്പ, ദീപാ വസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ് കഴിയാനായി വളരെ വിമർശനകരമായ രീതിയിലാണ് എല്ലാവരും ആ ബഡ്ജറ്റ് കൂടി ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും ജനസമൂഹത്തിനെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ബഡ്ജറ്റ് ആയിരിക്കും നാളെ കൃത്യം 9 മണിക്ക് നമ്മുടെ ധനവകുപ്പ് മന്ത്രി അവതരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ ഇപ്പോൾ 2 സ്ഥലത്തും പ്രസംഗിച്ചത് അതാണ്. നമ്മുടെ സമൂഹത്തിലുള്ള, നമ്മുടെ കേരളത്തിലുള്ള ഭൂരിപക്ഷം വരെ 375 കോടി ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കാൻ ഈ കേരള സർക്കാരിനല്ലാതെ, നമ്മുടെ ഈ ഇടതുപക്ഷ സർക്കാരിനല്ലാതെ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ വളരെ ഗൗരവത്തിലുള്ള രീതിയായിരിക്കും നാളത്തെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു കണ്ടുപോകുന്നത്. തളിക്കുളം SNVP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനവും വിരമിക്കുന്ന പ്രധാനാധ്യാപിക NV മിനി ടീച്ചർക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി. നമ്മളെല്ലാവരുടെ മനസ്സ് 1927 ഒന്ന് തിരിഞ്ഞു പോകുന്നത് നല്ലതാണ്. നേരത്തെ തൃപ്തി ടീച്ചർ സ്വാഗതം പറഞ്ഞപ്പോൾ 1927 എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഈ സദസ്സിൽ 97 വയസ്സ് പ്രായമുള്ള ആരുണ്ടാകാനിടയില്ല. 1997 2024 നോക്കുമ്പോൾ 97 വർഷം പിന്നിടുകയാണ്. 97 വയസ്സായി. 97 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തളിക്കുളത്തെ ഈ ശബ്ദം കേൾക്കുന്ന തളിക്കുളത്തുകാരായ ആളുകൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതുപോലെ ടാറിട്ട റോഡുകളില്ലാതിരുന്ന തളിക്കുളം, ടെറസ് വീടുകളില്ലാതിരുന്ന തളിക്കുളം, വൈദ്യുതി എത്താതിരുന്ന തളിക്കുളം, ഒരുപാട് നെൽവയലുകളും കൈതോലകളും തോട് വരമ്പുകളും ഒക്കെ ഉണ്ടായിരുന്ന തളിക്കുളം, അറബിക്കടലിനും കലോലി കനാലിനും ഇടയിലുള്ളൊരു അർദ്ധദ്വീപ്, കർഷകരും കർഷക തൊഴിലാളികളും മീൻപിടുത്തക്കാരും മീൻ വിൽക്കുന്നവരും ഉൾപ്പെടെയുള്ള വളരെ ബീഡി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണക്കാർ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്ന തളിക്കുളം. സ്കൂൾ മാനേജർ സുഗതകുമാർ അധ്യക്ഷത വഹിച്ചു. തൃപ്തി K മുത്താമ്പറമ്പിൽ ആമുഖ പ്രസംഗം നടത്തി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK ബാബു, അംഗം ഷിജി CK, ബ്ലൂമിംഗ് ബഡ്സ് പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ ER അജിത, PTA പ്രസിഡന്റ് ശാന്തിനി ഷൺമുഖൻ, മാതൃസംഗമം പ്രസിഡന്റ് റസിയ ഷൈൻ, KK സോഫി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക NV മിനി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു. സമ്മാന വിതരണം നടത്തി.
സ്വരമധുരം നെഞ്ചിലുമുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിനാടും കലയുടെ മലയാള തനിമ വിളങ്ങും മേളത്തിൻ പെരുമയൊരുങ്ങും നളകരിത സ്മൃതികളുണർത്തി സ്വരമധുരം നെഞ്ചിലുമുക്കി കഥകളിതൻ മുദ്രവിടത്തി കളിയാടും കലയുടെ ആരാധനാലയങ്ങൾ മതനിരപേക്ഷതയുടെ അടയാളങ്ങൾ ആണെന്നതിനാൽ അവ സംരക്ഷിക്കപ്പെടണമെന്ന് KNM വാടാനപ്പള്ളിയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പ്രചരണ യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യ മതേതര രാജ്യമാണെന്നും അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് ഓരോ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ മതേതര സ്വഭാവം തകർക്കുന്ന രീതിയിൽ ആരാധനാലയങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പരസ്പരം വർഗീയ സ്വഭാവവും ഫാസിസ്റ്റ് ചിന്താഗതികളും വെച്ചു പുലർത്തുന്നതിന് പകരം മാനവ സാഹോദര്യത്തിൻ്റെ മാതൃക നിലനിർത്താൻ നമുക്ക് കഴിയണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന പ്രമേയത്തിൽ നടക്കുന്ന KNM സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ജില്ലാ പ്രചരണ പരിപാടി നടന്നത്. KNM സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹസീബ് മദനി യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EK ഇബ്രാഹിംകുട്ടി മൗലവി ആമുഖ പ്രഭാഷണം നടത്തി. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സ്വലാഹി, സുബൈർ PDAക്കൽ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ISM ജില്ലാ സെക്രട്ടറി അക്ബർ അലി, MSM ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഇസ്ഹാൻ, താജുദ്ദീൻ സ്വലാഹി എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മണ്ണറിവ് സൗജന്യ മണ്ണ് പരിശോധന ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കഴിമ്പ്രം വിജയൻ സ്മാരക ഓപ്പൺ സ്റ്റേജിൽ 4ാം വാർഡ് മെമ്പർ EP അജയ് ഘോഷിന്റെ അധ്യക്ഷതയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത് VR ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ ആമുഖ പ്രസംഗം നടത്തി. കൃഷി അസിസ്റ്റന്റ് കൃഷ്ണാനന്ദും പഞ്ചായത്ത് ജനപ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. മൊബൈൽ സോയിൽ ടെസ്റ്റിംഗ് ലാബിലെ അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റായ ഷീബ ജോർജ് കേരളത്തിലെ മണ്ണിനെക്കുറിച്ച് വിഷയാവതരണം നടത്തി. നിരവധി കർഷകർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. 40 മണ്ണ് പരിശോധനാ റിപ്പോർട്ട് കർഷകർക്ക് കൈമാറുകയും ചെയ്തു. അനന്യസമേതം കുട്ടികൾക്കായുള്ള ജെൻഡർ അവബോധ ഏകദിന ക്യാമ്പ് മാങ്ങാട്ടുകര AUP സ്കൂളിൽ നടന്നു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള അനന്യസമേതം ജെൻഡർ അവബോധ ഏകദിന പഠന ക്യാമ്പ് അന്തിക്കാട് പഞ്ചായത്ത് തലത്തിൽ മാങ്ങാട്ടുകര AUP സ്കൂളിൽ വെച്ച് നടന്നു. ഹൈസ്കൂൾ അന്തിക്കാട്, സെൻറ് ആൻ്റണീസ് പുത്തൻപീടിക, AUPS മാങ്ങാട്ടുകര എന്നീ വിദ്യാലയങ്ങളിലെ തെരഞ്ഞെടുത്ത 50ഓളം കുട്ടികൾ പങ്കെടുത്തു. ക്യാമ്പിൻ്റെ ഉദ്ഘാടനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് സുജിത് PS നിർവഹിച്ചു. RP നിഷ, ജയതിലകൻ ക്ലാസ് നയിച്ചു. തുല്യതയുടെ അന്തരീക്ഷം കുട്ടികളുടെ ഇടയിൽ വളർത്തുക, വ്യക്തിത്വ വികാസം എന്നീ ലക്ഷ്യങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു ക്ലാസ്. സമാപന സമ്മേളനം അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു. CR സരസ്വതി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് MR രാജീവ്, MPTA വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി, പ്രധാനാധ്യാപിക KS സിമി ടീച്ചർ, ക്യാമ്പ് കോർഡിനേറ്റർ KS സ്വപ്ന ടീച്ചർ, രക്ഷിതാക്കൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു. തുടർന്ന് പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനദാനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കൂടുതലായിട്ട് നമ്മൾക്ക് നമ്മുടെ ഭാഗത്തൊന്നുമില്ലാത്തവരാണ് ആ ഒരു വിഭാഗമെങ്കിലും നമ്മുടെ ഗവൺമെൻറ് വളരെ നല്ല രീതിയിൽ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് നല്ല ഒരു സമീപനമാണ് ഗവൺമെൻറ് അവരോട് കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇടവേള. കാൽ നൂറ്റാണ്ടായി കേബിൾ TV രംഗത്ത് കേരളക്കരയിൽ നിറസാന്നിധ്യമായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ. ഫെബ്രുവരി 8 പ്രതിനിധി സമ്മേളനം VA വർഗീസ് നഗർ, ചാലക്കുടി ടൗൺ ഹാൾ. ഫെബ്രുവരി 9 പൊതുസമ്മേളനം TV വിനോദ് കുമാർ നഗർ, ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ട്. മന്ത്രിമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, COA ജില്ലാ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിക്കുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാം തൃശൂർ ജില്ലാ സമ്മേളനം. പങ്കെടുക്കുക, വിജയിപ്പിക്കുക. COA എന്നും ജനങ്ങൾക്കൊപ്പം.
ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തി. ഞായറാഴ്ച രാവിലെയാണ് ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ കണ്ടെത്തിയത്. പള്ളിയുടെ കവാടത്തിന് സമീപമുള്ള ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിട്ടുള്ളത്. സമീപത്തെ പൈപ്പിൻ്റെ ടാപ്പ് പൊട്ടിക്കിടക്കുന്നത് കണ്ട് നോക്കാൻ ചെന്ന കൈക്കാരന്മാരാണ് സംഭവം ആദ്യം അറിയുന്നത്. കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ദേവാലയത്തിലെ തിരുനാൾ ആഘോഷം നടന്നത്. സാധാരണ തിരുനാളിന് മുൻപും അതിനുശേഷവും ഭണ്ഡാരങ്ങൾ അധികാരികൾ തുറന്ന് എണ്ണുക പതിവാണ്. ഞായറാഴ്ച തുറക്കേണ്ട ദിവസമായിരുന്നു. പള്ളി അധികാരികൾ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിലെ ഭണ്ഡാരം ഇന്ന് രാവിലെയാണ് അത് കൈക്കാരന്മാർ തുറക്കാൻ ചെന്നപ്പോൾ പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടെത്തിയത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ഭണ്ഡാരം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രിയാണ് സംഭവിച്ചതെന്ന് കരുതുന്നു. ഇന്നലെയൊന്നും കാഴ്ചയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. പൈപ്പ് പൊട്ടി വെള്ളം പോകുന്ന ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ഭണ്ഡാരം താഴെ പൊളിച്ച് 2 ഭണ്ഡാരവും ഗേറ്റിൻ്റെ അടുത്ത് 2 ഭണ്ഡാരവും തുറന്നിട്ടതായിട്ട് കാണുന്നത്. ഭാരതീയ മസ്ദൂർ സംഘം 20ാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് BMS നാട്ടിക മേഖലാ കമ്മിറ്റി വിളംബര ജാഥ സംഘടിപ്പിച്ചു. തളിക്കുള സെൻറ്ററിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി KJ ജിജേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. കഴിമ്പ്രം SN സെൻറ്ററിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മേഖലാ പ്രസിഡന്റ് K രമേശൻ മാരാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിളംബര ജാഥ മേഖലയിലെ തളിക്കുളം, നാട്ടിക, തൃപ്രയാർ, വലപ്പാട്, എടമുട്ടം സെൻറ്ററുകളിലൂടെ പര്യടനം നടത്തി തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ എത്തിച്ചേർന്നു. തുടർന്ന് പ്രകടനമായി എത്തി തൃപ്രയാർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പൊതുയോഗവും ചേർന്നു. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് K രമേശൻ മാരാർ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് AN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി KJ ജിജേഷ് കുമാർ സംസാരിച്ചു. മേഖലാ ഭാരവാഹികളായ ഗിരീഷ് കുമാർ, ലൈജു PS, മേഖലാ സെക്രട്ടറി NV സേതുനാഥൻ, മേഖലാ വൈസ് പ്രസിഡന്റ് KL ജയ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാഥയിലും തുടർന്ന് നടന്ന യോഗത്തിലും മേഖലയിലെ വിവിധ യൂണിയനുകളുടെ ഭാരവാഹികളായ സന്തോഷ് കൊല്ലാറ, EC പ്രജിത്ത്, MN സുരേഷ്, വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വരുന്ന ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ പാലക്കാട് പ്രസന്നലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ 20ാം സംസ്ഥാന സമ്മേളനം
അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 1-ാം തീയതി നമ്മൾ പതാക ദിനമായിട്ടും ഇന്ന് നമ്മുടെ ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ വിളംബര ജാഥയായിട്ടും നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് നമുക്ക് തളിക്കുളം, കൊപ്രക്കളം തുടങ്ങിയ ഒരു വാഹന പ്രചാരണ ജാഥയും കൂടാതെ കഴിപ്പുറം പ്രസന്ന നഗർ തുടങ്ങിയ വാഹന പ്രചാരണ ജാഥയും സംയുക്തമായി ഇവിടെ എത്തിച്ചേർന്നു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പ്രതിവാര സംഗീത നൃത്ത പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച ഭരതനാട്യ കച്ചേരി, മണിപ്പൂരി നൃത്തം, തിരുവാതിരക്കളി എന്നിവ നടന്നു. രാവിലെ മുതൽ ജഗദീശ്വർ സുകുമാരൻ ഭരതനാട്യ കച്ചേരി അവതരിപ്പിച്ചു. തുടർന്ന് ഹൈദരാബാദ് സ്വദേശിനി ഡോക്ടർ കെ ശ്രീവല്ലി മണിപ്പൂരി നൃത്തം അവതരിപ്പിച്ചു. ഗുരുവായൂരിൽ നിന്നുള്ള ഗുരുവായൂരപ്പൻ തിരുവാതിരക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളിയും അരങ്ങേറി. കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. വലപ്പാട്ടെ ജനഹൃദയങ്ങളിൽ മനുഷ്യനന്മയുടെ പ്രതീകമെന്ന സ്ഥാനം നേടിയെടുത്ത ഫാദർ ബാബു അപ്പാടിനെ തൃപ്രയാർ സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ സന്ദർശിച്ചു. നീണ്ട 4 വർഷങ്ങൾ കൊണ്ട് മാതൃകാ ഇടയൻ എന്ന പേര് നേടിയെടുത്ത അച്ഛനെ ട്രസ്റ്റ് അംഗങ്ങൾ പള്ളിയിലെത്തി ആദരിക്കുകയായിരുന്നു. ഈ കാലയളവിൽ സ്നേഹത്തണൽ ട്രസ്റ്റിനെ ഫാദർ നൽകിയ സഹായ സഹകരണങ്ങൾ ട്രസ്റ്റ് അംഗങ്ങൾ അനുസ്മരിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ VC, ജനറൽ സെക്രട്ടറി MS സലീം, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് TV, ജോയിന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം ബാബു കുന്നുങ്ങൽ, ട്രസ്റ്റ് അംഗങ്ങളായ പ്രേംലാൽ PR, നസീർ PM തുടങ്ങിയവരും പങ്കെടുത്തു. സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ നീണ്ട തവണ നമ്മൾ ഒരുമിച്ച് കൂടി വളരെയധികം പ്രവർത്തനങ്ങൾ, ഉപവിപ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുള്ളവർക്കൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു തന്നെ വലിയ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു, ഭാഗ്യമായിട്ട് കരുതുന്നു. ഒരുപാട് സുമനസ്സുകളുടെ വലിയ നല്ല മനസ്സിൻ്റെ ഉടമകളുടെയൊക്കെ വിശാലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ്, സംഭാവനകളാണ് ഈ സംഘടനയിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിനെ നെടുന്തൂണുകളായിട്ട് നിൽക്കുന്നവരെല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ ഈ മണപ്പുറത്ത് വസിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് നമ്മൾ വിശാലമായിട്ടുള്ള ഈ മണപ്പുറത്തെ മണൽത്തരികളെ പോലെ കുറേ അധികം മനുഷ്യരെ, വലിയ മനസ്സുള്ള കുറേ മനുഷ്യരുടെ ഒരു കൂട്ടായ്മ. അപ്പോൾ അത് ഇവിടെ വരാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുക.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും സംസ്ഥാന കായികമേളയിലും എ ഗ്രേഡ് നേടിയ വലപ്പാട് സ്കൂൾ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അനുമോദിച്ചു. 2024 ഫെബ്രുവരി 3 ശനിയാഴ്ച വലപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന 106ാമത് വാർഷികാഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥി വാട്സപ്പ് ഗ്രൂപ്പായ മധുരിക്കും ഓർമ്മകൾ 2023-24 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കായികമേളയിലും പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ വലപ്പാട് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇക്ബാൽ എം, ദിനേശ് ശങ്കർ, മസൂദ്, മണികണ്ഠൻ, ക്ലമന്റ്, ലതാരാജ്, ശ്യാമള, ദിലീപ്, മണി ഉണ്ണികൃഷ്ണൻ, ലൈല നസീർ മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും കൂടി അനുമോദിക്കുകയും മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ വലപ്പാട് ഹൈസ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ മുൻപന്തിയിലുണ്ട്. നിങ്ങൾക്ക് ഇരിക്കുവാനും മറ്റൊക്കെ ഞങ്ങളവിടെ ഇരിപ്പിടങ്ങളൊക്കെ സ്ഥാപിച്ച് നിങ്ങൾ കണ്ടിരിക്കും. ആ കൂട്ടായ്മയാണ് മധുരിക്കും ഓർമ്മകൾ. 2 വാക്ക് മാത്രം പറയാൻ നിങ്ങളുടെ സമയങ്ങൾക്ക് അവതരിക്കുന്നില്ല. ഈ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കാരണം ഞങ്ങൾ മുൻപ് ഇന്നത്തെ ടെൻഷൻ അത് ഇതിൽ അഭിനയിക്കുന്നവർക്ക് നാടകമായാലും ഡാൻസ് ആയാലും ഒക്കെ അഭിനയിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രാത്രി വരെ ഈ പ്രോഗ്രാം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ കൂടുതൽ ഞങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ്. കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി പ്രീ പ്രൈമറി TTCയിൽ 2023-24 വർഷത്തെ ബാച്ചിൻ്റെ നേതൃത്വത്തിൽ കരകൗശല വസ്തുക്കളുടെ പ്രദർശനം നടന്നു. അന്തിക്കാട് KGM-LP സ്കൂളിൽ നടന്ന കരകൗശല വസ്തുക്കളുടെ പ്രദർശനം KGM-LP സ്കൂൾ പ്രധാനാധ്യാപകനും മാതൃകാ അധ്യാപക പുരസ്കാര ജേതാവുമായ ജോഷി ഡി കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഇതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോണ്ടിസോറി ട്രെയിനിങ് സെൻ്ററാണ് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. വളരെ ചിട്ടയായി വളരെ ഭംഗിയായി നല്ല പ്ലാനിങ്ങോട് കൂടിയാണ് ഇപ്പം ഇന്ന് ഇവിടെ ഈ എക്സിബിഷൻ ചെയ്തിരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി ഒരുങ്ങി ഹോളിൻ്റെ കാര്യത്തിനായാലും എത്ര ഡെസ്ക് വേണം അതുപോലെ തന്നെ എങ്ങനെ വേണം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ഈ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കേണ്ടതും ഇത് തന്നെയാണ്. ഈ പ്ലാനിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ കുറേ ആളുകൾ പിന്തള്ളി പോകുന്നത് ഈ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ രാവിലെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ എല്ലാവരും സാധനങ്ങൾ കൊണ്ടുവന്ന് താഴെ ഇറക്കി വെച്ചു. ഇവിടെ മുകളിൽ ഹോൾ അറേഞ്ച്മെൻറ്റ് കാവ്യ മിസ് വന്ന് ഹോൾ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും കൃത്യമായി വളരെ ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചു. ഈ ഒരു ചിട്ട തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗത്തിലും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ PK രേഖ അധ്യക്ഷത വഹിച്ചു. CS ഷംന ആമുഖ പ്രസംഗം നടത്തി. ഏങ്ങടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ അധ്യാപിക PB ബിനി, ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപിക കാവ്യ KP, KGM-LP അധ്യാപികമാരായ ജയ, രജനി എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് നടത്തിയ വിദ്യാർത്ഥികളുടെ വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളുടെ പ്രദർശനം ശ്രദ്ധേയമായി. പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർ, ലേസിംഗ് കാർഡ്, ഷൂലേസ് വർക്ക്, ടച്ച് ബോർഡ്, സൂ മോഡൽ, ചാർട്ട്, റെക്കോർഡ്സ്, ഡ്രീം ക്യാച്ചർ, ബോട്ടിൽ ആർട്ട്, ഫ്ലവേഴ്സ്, ക്രാഫ്റ്റ് തുടങ്ങിയ എല്ലാത്തരം കരകൗശല വസ്തുക്കളും പ്രദർശനത്തിലുണ്ടായിരുന്നു. നിരവധി പേർ പ്രദർശനം കാണാനെത്തിയിരുന്നു. വലപ്പാട് വെച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മഹാഗണപതി പ്രതിഷ്ഠാ ദിനാഘോഷം, വിശേഷാൽ പൂജകൾ, തുടർന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ശാന്തി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. മേൽശാന്തി മുരളി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്ര രക്ഷാധികാരികളായ ഡോക്ടർ AV അനൂപ്, AP ഗിരിജാശങ്കർ, ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ AS രഘുനാഥൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഫെബ്രുവരി 10 ക്ഷേത്ര മഹോത്സവം. ഫെബ്രുവരി 11
ഉച്ചാൽപൂരവും ഫെബ്രുവരി 9 വിളക്കും മഹോത്സവം നടക്കും. ഉത്സവ ദിവസം എഴുന്നള്ളിപ്പിന് 5 ആനകൾ പങ്കെടുക്കും. വയലാശ്ശേരി അർജുനൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വർണ്ണമഴ വെടിക്കെട്ട്, രാത്രി തായമ്പയ്ക്ക് ശേഷം ശ്രീ കോട്ടായി കാരണവർ വനിതാ ചിന്തുപാട്ടും നടക്കും. തളിക്കുളം നമ്പിക്കടവ് പുളിക്കൽ ധർമ്മദൈവ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് കലാപരിപാടികൾ അരങ്ങേറി. രാവിലെ ഗണപതി ഹവനം, ഉപദേവതാ കലശങ്ങൾ, മുത്തപ്പന് കളം, ഉച്ചയ്ക്ക് വീരഭദ്രസ്വാമിക്ക് കളം, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴപൂജ, കരിങ്കുട്ടി സ്വാമിക്ക് രൂപക്കളം, തുടർന്ന് കലാപരിപാടികളും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് പി കെ ഭാരതൻ കലാപരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി പ്രേമദാസ്, പി കെ ട്രഷറർ പി ബി മനോജ്, പത്മരാജ്, മോഹൻദാസ്, സജു, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ കാന്താരനീലോത്പലാ ശല്യഗ്രാഹവതി നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട്, വേട്ടുവന്ത്ര, താണിശ്ശേരി, വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കളമ്പാട്ട് മഹോത്സവം നടന്നു. രാവിലെ മഹാഗണപതി ഹോമം, നിർമ്മാല്യ ദർശനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾക്ക് ശേഷം നാഗങ്ങൾക്ക് പാട്ട്, ഉച്ചയ്ക്ക് മുത്തപ്പന് കളം, വൈകിട്ട് ഭുവനേശ്വരി ദേവിക്ക് കളം, ദീപാരാധന, രാത്രി അത്താഴപൂജ, തുടർന്ന് ഭദ്രകാളി ദേവിക്ക് കളം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രശാന്തിമാരായ അരുൺ, അമൽ എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ്, സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ, ട്രഷറർ വേണുഗോപാലൻ തട്ടുപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ, ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
മണലൂർ മുന്നൂർകുളങ്ങര ശ്രീ ചെറിയത്ത് ദേവി ക്ഷേത്രത്തിലെ തോറ്റമ്പാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാലയും വിശേഷാൽ പൂജയും തുടർന്ന് കലശവും വടക്കൻ വാതിക്കൽ കർമ്മവും നടത്തി. ക്ഷേത്ര ചടങ്ങുകൾക്ക് നീലകണ്ഠൻ മുരളി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് രക്ഷാധികാരികളായ കറപ്പക്കുട്ടി മണി, കുട്ടൻ, കുഞ്ഞുണ്ണി ബാലൻ, ഉപദേശക ബോർഡംഗങ്ങളായ CK വേലായുധൻ, ശങ്കുണ്ണി കുട്ടൻ, ബാലൻ, ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അപ്പു ശിവശങ്കരൻ, സെക്രട്ടറി CK അരവിന്ദാക്ഷൻ, ട്രഷറർ CB പ്രേംജി എന്നിവർ നേതൃത്വം നൽകി. തന്നെ പിന്തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ പിന്തുടർന്നു വരുന്നുണ്ട്. തോറ്റമ്പാട്ട് കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല, അതിനോട് അനുബന്ധിച്ച് മറ്റുള്ള കർമാദികൾ, പിന്നെ 1-ാം തീയതി പൂജ, പിന്നെ അതിനോട് അനുബന്ധിച്ച് ചെറിയ ചെറിയ പൂജകളും കർമ്മം. അത് എല്ലാവർക്കും ഞങ്ങളുടെ 17 ദേവദേവന്മാരിരിക്കുന്ന ക്ഷേത്രമാണത്. അതിലെല്ലാവർക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഏങ്ങണ്ടിയൂരിൽ ഇക്കഴിഞ്ഞ ദിവസം കുത്തേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. 4 പേർ കസ്റ്റഡിയിൽ. മണലൂരിൽ ജപ്തി ഭീഷണിയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത ചെമ്പൻ വിഷ്ണുവിൻ്റെ വീട് TN പ്രതാപൻ MP സന്ദർശിച്ചു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് ദേവാലയത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന നിലയിൽ. ഇതോടുകൂടി ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.